ഹലോ അസ്സാം വലൈക്കും. എമിനോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡോണറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പാണ് കേട്ടോ അത്. ഇതിക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ആ അളവിൽ തന്നെ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി അതിക്കൊരു 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിക്കൊരു മുട്ട കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈസ്റ്റ് ഇട്ട് മാറ്റി വെച്ച പാൽ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം പ്രസ്സാക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല ഡോണറ്റ്സ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. എത്രത്തോളം കുഴക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇത് ഡബിൾ സൈസായി വരും. 2 മണിക്കൂറിന് ശേഷമുള്ള മാവാണ് കേട്ടോ ഇത്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഒരു പാത്രത്തിൽ പൊടി തൂവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഉരുളകളും അതിലേക്ക് വെച്ച് കൊടുക്കുക. പൊടി ഇട്ടിട്ടില്ലെങ്കിൽ അടിയിൽ ഒട്ടി പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് പൊടി ഇട്ട് കൊടുക്കണേ. നമുക്ക് ഇതിനൊക്കെ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. നോസിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന എന്തും ഉപയോഗിക്കാം. ഇനി നമുക്കിതൊക്കെ ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പൊരിക്കാൻ. ഞാൻ കുറച്ചുള്ളൂ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അത് പൊരിച്ച് കഴിഞ്ഞ ശേഷം മറ്റേത് ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മളിത് ഇട്ട് കൊടുത്തേക്കന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ എണ്ണ ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചില ഉരുളകളൊക്കെ ചെറുതാക്കിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കുന്നത്. ചെറുതാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതിക്ക് ഞാൻ ഓരോരോ ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നങ്ങോട്ട് ലൂസാകാൻ വേണ്ടിയിട്ടാണത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ചൂടായ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. വെള്ളം ചോക്ലേറ്റ് ആവാതെ നിന്നാൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് ഡോണറ്റ്സൊക്കെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഞാൻ ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കണമെന്നൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഞങ്ങളെ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇനിയും നല്ല വീഡിയോസുമായി വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.